ഹായ് ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇന്ന് ലീവാണ് കേട്ടോ, ഏട്ടൻ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ടാങ്ക് കഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ടാങ്ക് കഴുകിയിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ നമ്മൾ ബോർവെല്ലായതുകൊണ്ട് തന്നെ നല്ല കറിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ടാങ്കിൽ. അപ്പോൾ ഏട്ടൻ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ടാങ്ക് ക്ലീനിങ്ങും പിന്നെ ഉച്ചയ്ക്ക് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറി, കുമ്പളങ്ങയും ചിക്കനും ഇട്ടിട്ടൊരു ചിക്കൻ കറി, അതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് ഒരു 5-6 മാസമായി തോന്നുന്നു കേട്ടോ, 5-6 മാസമായി. അപ്പോൾ ബോർവെല്ലായതുകൊണ്ട് തന്നെ നല്ല കറ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ മണലല്ല, നല്ല കറയാണ്. കറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കറുപ്പ് കളറിൽ ടാങ്കിൽ ഫുൾ ഇങ്ങനെ ചുറ്റി നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളിൽ നിന്ന് ഏട്ടൻ നന്നായി തേച്ച് കഴുകി വേസ്റ്റ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലിൽ നിന്ന് അത് വാങ്ങിച്ച് പുറത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കറയായിട്ട് കറുപ്പ് കളറിലുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം. രാവിലെ ജസ്റ്റ് ചായ മാത്രം കുടിച്ചു കേട്ടോ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്ത് പോയിട്ട് കുളിച്ചിട്ട് വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നീർദോശയാണ് കേട്ടോ. നീർദോശ ഉണ്ടാക്കണം, ഇത് കഴിഞ്ഞ് പോയിട്ട് ദോശ ഉണ്ടാക്കണം, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ ടാങ്കൊക്കെ ക്ലീനായി സെറ്റായി കഴിഞ്ഞു. പിന്നെ ഇതാ മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളം ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ക്ലീനിങ് പരിപാടികൾ, ടാങ്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ ഏട്ടൻ ചിക്കൻ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് ഏട്ടൻ ചിക്കൻ വാങ്ങിച്ചിട്ടൊക്കെ വരും. പിന്നെ വേണം ചിക്കൻ കറിയൊക്കെ വെക്കാൻ കേട്ടോ. അങ്ങനെ ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇതാ കുളിച്ചു കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചിക്കൻ വെക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇതാ വെളുത്തുള്ളിയൊക്കെ തൊലി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ക്ലീൻ ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കാൻ പോവാണ്. പിന്നെ അത് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് വേഗം കറി വെക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ്, അടുക്കളയുടെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് നമ്മളതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉരുളിയിലാണ് വെക്കുന്നത്. ഉരുളിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ സവാള അരിഞ്ഞത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു, നന്നായി വഴറ്റി. അപ്പോൾ ഇന്ന് ഏട്ടനും അടുക്കളയിലുള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിട്ടാണ് കേട്ടോ ഞങ്ങൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഏട്ടൻ കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ടാങ്കൊക്കെ കഴുകി വന്ന ക്ഷീണവും, അപ്പോൾ ശരി ഏട്ടനെ വിളിച്ചപ്പോൾ ശരി വരാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉരുളിയിലായതുകൊണ്ട് തന്നെ നല്ല വെക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ മസാല എല്ലാം നമ്മുടെ മിക്സിയിലൊക്കെ പൊടിച്ച് അതൊക്കെ ചേർത്തി പിന്നെ അതാ ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ചേരുവകളൊക്കെ ചേർത്ത്, എപ്പോഴും ചേർക്കാറുള്ള ചേരുവകളൊക്കെ തന്നെയാണ് കേട്ടോ. ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, അങ്ങനെയൊക്കെ എല്ലാം ഇട്ട് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേ ഞാൻ മുളകൊക്കെ പരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ 1.5 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ കുമ്പളങ്ങ 1 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെന്തിട്ട് വേണം നമുക്ക് കുമ്പളങ്ങ ഇടാനായിട്ട്. ഫസ്റ്റ് തന്നെ കുമ്പളങ്ങ ഇടണ്ട കേട്ടോ, അതങ്ങനെ വെന്ത് പോകും വേഗം. അപ്പോൾ നമ്മളിതാ ചാറൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടും, ഒരുപാട് കട്ടിയല്ല ഒരുപാട് വെള്ളമല്ല, നല്ലൊരു ഇതായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ പകുതി വെന്തോ നമ്മളിതാ കുമ്പളങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ. അപ്പോൾ നല്ല അടിപൊളി കുമ്പളങ്ങയും എന്താ പറയുക, ചിക്കനും കുമ്പളങ്ങയും കറി വയ്ക്കും പറയില്ലേ, ആ കറിയാണ് കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചാറിലിട്ട കുമ്പളങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കുമ്പളങ്ങ ഇട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും. പിന്നെ മോള് നാളെ ലീവാണല്ലോ, അപ്പോൾ നാളെ അവൾക്ക് കഴിക്കും. നാളെ അവൾക്ക് ഇഷ്ടമാണ്. രാവിലെ ചോദിക്കും കേട്ടോ, രാവിലെ എണീച്ചതും ചോദിക്കും ദോശയാണെങ്കിലും ചിക്കൻ ചാറിലേ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി. പിന്നെ പപ്പടവും വറുത്തു കേട്ടോ. അപ്പോൾ ചിക്കനും കുമ്പളങ്ങയും കറിയും പപ്പടവുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.